മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യനോടായിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, സാറ് മറ്റാരേക്കാളും ആത്മാർത്ഥത എന്നോടും കണ്ണേട്ടനോടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാണ് സാറാ സാഗറിനെ സൂക്ഷിക്കണം. അവൻ്റെ കഴിഞ്ഞ കാലം ഒട്ടും നല്ലതല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ മാർക്കോ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മരുന്നുണ്ടാക്കാനും ചികിത്സയും മാത്രമല്ല അറിയാവുന്നത്, അത്യാവശ്യം മനസ്സും ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയാളിൽ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ തോന്നുന്നു. അങ്ങനെയായാൽ നിങ്ങൾ തന്നെ പെങ്ങളെയും അളിയനെയും അംഗീകരിക്കണം എന്നെല്ലാം വൈദ്യൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്. പിന്നീട് തോമസ് വൈദ്യൻ സാഗറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹി കണ്ണനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും സാഗറിനെ വിശ്വസിക്കരുത്. സാഗറുമായിട്ട് മഞ്ജു അധികകാലം പോവില്ല എന്ന് മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നത് പോലെ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ, എന്നാലും തോമസ് സാറും സാഗറിനെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കുറച്ച് ദിവസം നോക്കിയതിന് ശേഷം അയാളുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണെങ്കിൽ തോമസ് സാറ് തന്നെ അവനെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടോളും എന്ന് മഹി പറയുമ്പോൾ, അപ്പോഴും മഞ്ജുവിൻ്റെ ജീവിതമല്ലേ മഹി ഇല്ലാതാകുന്നത് എന്ന് പറയുമ്പോൾ, അത് ശരിയാണ് കണ്ണേട്ടൻ പറഞ്ഞത്. പിന്നെ ഒരു സമാധാനമുള്ളത്, മാർക്കോ ആണ് മഞ്ജുവിനെയും സാഗറിനെയും തമ്മിൽ അടുപ്പിച്ചത്. അതുകൊണ്ട് മാർക്കോയെ പേടിച്ച് സാഗർ ഒന്നിനും മുതിരില്ല എന്ന് കരുതുക എന്ന് പറയുമ്പോൾ, ആളുകളുടെ മനസ്സല്ലേ മഹി, ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. എന്നെയും തന്നെയും ഒക്കെ എത്ര വിദഗ്ധമായിട്ടാണ് സാഗർ കബളിപ്പിച്ചത്. താൻ സ്വന്തം സഹോദരനെ പോലെയല്ലേ സാഗറിനോട് സംസാരിച്ചതും പെരുമാറിയതൊക്കെ. അതൊക്കെ കൂടി ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്ക മനസ്സിലുണ്ട്. പിന്നെ മേഘനും അവനെക്കുറിച്ച് പറഞ്ഞത് താൻ കേട്ടതല്ലേ. മേഘന് സാഗറിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വ്യക്തമായിട്ട് അറിയാം. എന്തായാലും മഞ്ജുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ആശങ്ക മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നെല്ലാം മഹിയോട് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. മഞ്ജു ആണെങ്കിൽ സാഗർ ഇപ്പോൾ തോമസ് ഡോക്ടർ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. പക്ഷേ മേഘൻ എന്തെങ്കിലും സാഗറിനെ ചെയ്തു കളയുമോ എന്നുള്ള ഒരു ഭയം മഞ്ജുവിൻ്റെ ഉള്ളിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ ശാപവാക്കുകളും മഞ്ജുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നീ ഇവനോടൊപ്പം അധികകാലം ജീവിക്കില്ല, കുടുംബത്തെ ഒന്നടങ്കം നാണം കെടുത്തിയ നിന്നെ ഇവനും ചതിക്കും എന്നുള്ള ദുർഗയുടെ വാക്കുകൾ മഞ്ജുവിനെ വല്ലാതെ തന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിൻ്റെ വിഷമം കാണുന്ന സാഗർ വന്ന് പറയുന്നുണ്ട്, മഞ്ജു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മഞ്ജുവിൻ്റെ അമ്മയുടെ മനസ്സിൽ നീരസമൊക്കെ കെട്ടിടങ്ങും എന്ന് പറയുമ്പോൾ, ഒരിക്കലും ഇല്ല സാഗറേട്ട, മറ്റാരേക്കാളും എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്ക് പണത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ. പണക്കൊതിയനായ അമ്മാവൻ്റെ സഹോദരിയല്ലേ എൻ്റെ അമ്മയും. ഇത്ര കാലം ഒരേ വീട്ടിൽ താമസിച്ചിട്ടും കണ്ണേട്ടനെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്കോ ഉണ്ണിയേട്ടനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ചു എന്നറിഞ്ഞാലും അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ സാഗരേട്ടൻ എൻ്റെ കൂടെ എന്നും ഉണ്ടായാൽ മതി. എന്നെ ഉപേക്ഷിച്ച് സാഗരേട്ടൻ പോകാതിരുന്നാൽ മതി. ഇനിയൊരു ചതി കൂടി താങ്ങാനായിട്ട് എനിക്ക് വയ്യ സാഗരേട്ട എന്നെല്ലാം മഞ്ജു സാഗറിനോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ, എന്താ മഞ്ജു ഇത്? എൻ്റെ കഴിഞ്ഞ കാലം മുഴുവൻ ഞാൻ മഞ്ജുവിനോട് തുറന്ന് പറഞ്ഞതല്ലേ. നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ മഞ്ജുവിനെ വിവാഹം കഴിച്ചത്. മഞ്ജുവിനെ ഒരിക്കലും ഞാൻ വഞ്ചിക്കില്ല, ചതിക്കില്ല എന്ന് പറയുമ്പോൾ, അല്ല അന്ന് മേഘേട്ടനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്ന് വാശിയോടെ നിന്നപ്പോൾ കണ്ണേട്ടനും ഏട്ടത്തിയും പലതവണ അതിനെ എതിർത്തിരുന്നു. മേഘൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഏട്ടനും ഏട്ടത്തിക്കും വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ടും അവരെ രണ്ടുപേരെയും എതിർത്ത് ഞാൻ മേഘനെ വിവാഹം കഴിച്ചു. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് സാഗരേട്ടന് അറിയാലോ. അതുകൊണ്ട് ഈ കാര്യത്തിലും എൻ്റെ ഉള്ളിൽ ചെറിയ പേടി തോന്നുന്നുണ്ട്. അവരുടെ അനുഗ്രഹം കൂടാതെയാണ് എൻ്റെ ഈ വിവാഹം നടന്നത് എന്നെല്ലാം മഞ്ജു വീണ്ടും തുറന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ സാഗറിനോട്. അപ്പോൾ സാഗറാണെങ്കിൽ ഒരിക്കലും മഞ്ജുവിനെ വിഷമിപ്പിക്കില്ല, പൊന്നുപോലെ നോക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നീട് അങ്ങനെ ഒരു ദിവസം സാഗർ കുളിക്കാൻ പോയ ഒരു സമയം മഞ്ജു ആണെങ്കിൽ അവിടെ റൂമിലുള്ള ടേബിളൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സാഗറിൻ്റെ ഒരു പേഴ്സ് അവിടെ ഇരിക്കുന്നത് മഞ്ജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അങ്ങനെ മഞ്ജു അതെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ആ പേഴ്സ് തുറന്ന് നോക്കുന്നതും അതിലിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ മഞ്ജു. കാരണം സാഗറിനോടൊപ്പം ഒരു സ്ത്രീയുടെയും ഒരു പെൺകുട്ടിയും ഇരിക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ ആണ് മഞ്ജു അതിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ട് ചങ്ക് നിലയ്ക്കുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ മഞ്ജുവിന്. അങ്ങനെ സാഗറിൻ്റെ ഒരു ചതി, സാഗർ തന്നെയും ചതിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം തെളിവോടുകൂടി തന്നെ മഞ്ജു തിരിച്ചറിയുന്നുണ്ട്. അതോടുകൂടി ശരിക്കും ഷോക്കായി പോവുകയാണ് കേട്ടോ മഞ്ജു. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്